പടച്ചതമ്പുരാൻ പുറത്തു കൊടുക്കുന്നതാണ്. ഈ മാസത്തിലാണ് ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്നറിയുമോ പ്രവാചകരെ? 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായതാണ് ലൈലത്തുൽ ഖദ്റിന്റെ ഒരു രാവ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മാലാകമാർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് സകല തീരുമാനങ്ങളും കൊണ്ട്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതമാകുന്നത് വരെ സമാധാനമാണ്, ശാന്തിയാണ്, അതുല്യമായ അനുപമമായ ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ള സമുദായങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയുസ് നൽകിയിട്ടുണ്ട്, ദീർഘമായ ആയുസ് നൽകിയിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത കാലയളവ് തന്നെ 900 ചില്ലാനം വർഷമാണ്. നമുക്കത്ര ആയുസില്ല. 60-70 വർഷം മാത്രം ആയുസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് 60 ആണ്. അപ്പോ ഈ 60 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യന് അവന്റെ 15 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ലൈലത്തുൽ ഖദ്റും ഉപയോഗപ്പെടുത്താൻ അവന് സാധിച്ചാൽ എത്ര വർഷങ്ങൾ നിരന്തരമായ ഇബാദത്ത് ചെയ്ത പ്രതിഫലമായിരിക്കും. ശരിക്കും മനസ്സിലാക്കണം. ഒറ്റയൊറ്റ രാവുകളിൽ, അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. 21, 23, 25, 27, 29 രാവുകളിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു രാവിൽ ശരിക്കും മനസ്സിലാക്കണം. ഈ ഒരു രാവിൽ നാം ഖുർആൻ ഓതുകയാണെങ്കിൽ 1000 മാസം നിരന്തരമായി, അതായത് ഏകദേശം 83 വർഷം നിരന്തരമായി ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം ആർക്ക് സാധിക്കും? ഒരു പുരുഷായുസ് മുഴുവനും ഖുർആനിന്റെ മുന്നിൽ ഓതി തീർത്തതിന്റെ പ്രതിഫലം സാധിക്കുമോ നമുക്ക് ജീവിതത്തിൽ? ആ രാവിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പുരുഷായുസോ അതിനേക്കാൾ കൂടുതലോ നിരന്തരമായി അള്ളാഹുവിന്റെ മുന്നിൽ ഇഖ്ലാസോടുകൂടി നമസ്കരിച്ചതിന്റെ പ്രതിഫലം ആർക്ക് സാധിക്കും? ആ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തു തരണേ അല്ലാ എന്ന ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ നമുക്കത് സാധിച്ചാൽ 83 വർഷം ഒരു പുരുഷായുസ് മുഴുവനും ഇസ്തിഗ്ഫാർ ചെയ്തതിന്റെ പ്രതിഫലം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രമാണ് ആ പ്രതിഫലം? ആ പ്രതിഫലത്തിന്റെ അളവെത്രയാണ്? ആലോചിച്ചു നോക്കണം. ഓരോ വർഷവും അത് നേടാൻ നമുക്ക് സാധിച്ചാൽ പിന്നെ എന്ത് വേണം? പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഈ ഒറ്റയൊറ്റ രാവുകളിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരമുണ്ട് മുറുക്കിയൊടിച്ചുകൊണ്ടുറങ്ങാതെ രാവ് മുഴുവനും ഉറക്കമൊഴിച്ചുകൊണ്ട് ഖുർആനോത്തും തസ്ബീഹും ഇസ്തിഗ്ഫാറും പ്രാർത്ഥനകളും നമസ്കാരങ്ങളുമായി കഴിച്ചു കൂട്ടിയ ഈ ഒറ്റയൊറ്റ രാവുകളിൽ കേരളക്കര പോലെയുള്ള സ്ഥലങ്ങളിൽ പള്ളികളിലേക്ക് പോകാൻ താല്പര്യമുള്ള യുവാക്കളെ വിളിച്ചുകൊണ്ടുപോയി മൈതാനത്തിരുത്തി പ്രവാചകനോട് ചോദിക്കുന്ന, പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന വല്ലാത്തൊരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അത് നമ്മുടെ ദൗർഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളുടെ കണ്ണ് തുറപ്പിക്കുമാറാകട്ടെ. എന്തൊരു നഷ്ടമാണ് സഹോദരങ്ങളെ, എന്തൊരു നഷ്ടമാണ്! ഒരു ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെന്നിരുന്ന് പൊട്ടിക്കരയേണ്ട ആ സന്ദർഭം, മൈതാനിയിൽ ചെന്നിരുന്ന് ശിർക്കിന്റെ വചനങ്ങൾ ഉരുവിട്ടാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനേക്കാൾ വലിയ നഷ്ടം മറ്റെന്താണുള്ളത്? അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യമെങ്കിലും അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കാൻ ശ്രമിക്കുക. രാവ് മുഴുവനും അല്ലാഹുവിന് വേണ്ടി ഉറക്കമിളക്കുക, പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, അത് മാത്രം മതിയാകും. നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത്, അളക്കുന്ന സമയത്ത്, ആയിരക്കണക്കിന് വർഷം മുഴുവനും ഇബാദത്ത് ചെയ്തതിന്റെ തൂക്കം അത് അതുല്യമായിരിക്കും. നാം കണക്ക് കൂട്ടുന്നതിനും എത്രയോ അപ്പുറത്തായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റമദാൻ മാസം യഥാർത്ഥമായ വിധത്തിൽ ഉപയോഗിക്കുവാനും
ആ ലൈലത്തുൽ ഖദറിനെ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ